ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. രാവിലെ 11 മണിക്ക് ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് യോഗം ചേരുക. വിവരങ്ങളുമായി ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. ദീപക്, അഗെയിൻ വെരി ഗുഡ് മോർണിംഗ്. യോഗം ചേരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വിലയിരുത്തുക? തെരഞ്ഞെടുപ്പ് അവലോകനമാണല്ലോ പ്രധാന അജണ്ട. ലീഗ് സീറ്റുകൾ മാത്രമായിരിക്കുമോ അതോ മൊത്തത്തിൽ UDFന്റെ പ്രതീക്ഷകൾ നോക്കുമോ ദീപക്? ആഷ്മി ക്രിസ്റ്റീന, മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗം എന്ന് പറഞ്ഞാൽ അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ ഒരു കമ്മിറ്റിയാണ്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളുടെ വിജയത്തെക്കുറിച്ച്, വോട്ടിംഗ് ഷെയറിനെക്കുറിച്ച്, ബൂത്ത് തലത്തിലുള്ള കണക്കൊക്കെ ലീഗ് മണ്ഡലം കമ്മിറ്റി തലത്തിൽ നേരത്തെ തന്നെ എടുത്തതാണ്. ഇതിൻ്റെ ഒരു പരിശോധനയിലേക്ക് കടക്കും. മൊത്തം 20 മണ്ഡലങ്ങളിലെ സാഹചര്യം വിലയിരുത്തും. ചിലയിടങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം പുറകോട്ട് പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും വടകര മണ്ഡലത്തിലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാവുമെന്നുള്ളതാണ് ലീഗിൻ്റെ നേതാക്കളുമായി കാലത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അത് സ്വാഭാവികമായി വരുന്ന ചർച്ചയാണ്. പക്ഷേ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആയതുകൊണ്ട് ആ ജില്ലയിലെ കാര്യം തന്നെയാണ് അജണ്ടയിലുള്ളത്. പക്ഷേ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമസ്തയുമായുള്ള ഒരു പരസ്യ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് കൃത്യമായ ഒരു അവലോകനത്തിലേക്ക് പോകും. അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ലീഗിലെ നേതാക്കൾക്കുണ്ട്. സമസ്തയുമായൊരു തുറന്ന പോരിലേക്ക് പോകാൻ പാടില്ല. പ്രത്യേകിച്ചും ഒന്ന്, സുപ്രഭാതം കത്തിക്കലിന് ശേഷമുണ്ടായ സാഹചര്യം മാത്രവുമല്ല, ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ സമസ്ത നേതാക്കൾ തുറന്ന യുദ്ധപ്രഖ്യാപനം നടത്തിയ സാഹചര്യം. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ നേരത്തെ സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വേളയിൽ മറുപടി പറയുന്നില്ല എന്നുള്ളതായിരുന്നു. ആഷ്മി ഓർക്കുന്നുണ്ടാവും, ഈ കാര്യത്തിൽ ലീഗുമായി ഭിന്നതയുണ്ട് എന്നുള്ള 24 ബ്രേക്കിന് ശേഷം സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഉമ്മർ ഫൈസി മുഖത്തിന് മറുപടി പറയാനില്ല എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ സമസ്തയുമായുള്ള അകലം എങ്ങനെ നേരിടാം എന്നുള്ളത്, പ്രത്യേകിച്ചും ഈ സുപ്രഭാതം പത്രം പലയിടങ്ങളിലും ഏജൻസി പോലും പിൻവലിക്കുന്ന രീതിയിലേക്ക് ലീഗ് പ്രവർത്തകർ ഇടപെടുന്നു എന്ന പരാതിയുണ്ട്. സുപ്രഭാതം മുഖലേഖനം എഴുതിയതാണ്. അതുപോലെ ഇന്നലെ ചന്ദ്രിക മറുപടി ലേഖനം എഴുതിയതാണ്. ഇതെല്ലാം ഇന്നത്തെ മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആഷ്മി ക്രിസ്റ്റീന. ദീപക് ധർമ്മടമാണ് അതിൻ്റെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ലീഗിൻ്റെ സീറ്റുകളെക്കുറിച്ച്, UDFന്റെ വിജയസാധ്യതകളെ പറ്റിയൊക്കെയുള്ള ചർച്ചകൾ അവിടെ ഉണ്ടാകുമെന്ന് വേണം കരുതാൻ.